ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേവ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ നിഫ്റ്റിയിൽ എങ്ങനെ കഴിഞ്ഞ ദിവസം ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് നമുക്ക് പരിശോധിക്കാം. 12/12/2024 വ്യാഴാഴ്ച 24,539 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി വെള്ളിയാഴ്ച രാവിലെ ഓപ്പൺ ചെയ്തത് 40 പോയിന്റിൻ്റെ മൈനസിൽ ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് 24,498 ഓപ്പണിംഗ്. ഹൈ ലോ എന്നിവ പരിശോധിച്ചാൽ നമുക്ക് കാണാം 610 പോയിന്റിൻ്റെ മൂവ്മെൻ്റ് ആണ് നിഫ്റ്റി അന്നേ ദിവസം തന്നിട്ടുള്ളത്. നമുക്കറിയാം ബാങ്ക് നിഫ്റ്റിയും സെൻസെക്സും ഒക്കെ നല്ല രീതിക്ക് പായാൻ വിചാരിച്ചു കഴിഞ്ഞാൽ 600, 900, 1200 പോയിൻ്റൊക്കെ നല്ല മൂവ് തരുന്നുണ്ട്. നിഫ്റ്റിയും കഴിഞ്ഞ ദിവസത്തെ സ്ലോ മൂവ്മെൻറ്റ് 110 പോയിൻറ്റ്, 140 പോയിൻറ്റ് എന്നൊക്കെ ഉള്ള 3-4 ദിവസം ഹെവി കൺസോൾട്ടേഷൻ തന്നതിന് ശേഷം അതിൻ്റെ എല്ലാം നഷ്ടം തീർത്തുകൊണ്ട് വളരെ നല്ലൊരു മൂവ്മെൻറ്റ്, 600-ലധികം പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുമ്പം സാമാന്യം നല്ല രീതിക്ക് പ്രൈസ് മൂവ് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റി ട്രേഡ് ചെയ്യാമെന്ന് കരുതിയ എല്ലാവർക്കും പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അബദ്ധവശാൽ ഒരു സ്റ്റോപ്പ് ലോസ് ഒക്കെ ഹിറ്റ് ചെയ്തെങ്കിലും ഡയറക്ഷൻ ഒന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞവർക്ക് കൃത്യമായും പ്രോഫിറ്റുകൾ ഉണ്ടാക്കിക്കൊണ്ട് അന്നത്തെ ദിവസം ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കിട്ടിയിട്ടുള്ള സകല പി ആൻഡലുകളും വളരെ വലുതായിരുന്നു. എല്ലാ പി ആൻഡലുകളും നമ്മുടെ പബ്ലിക് ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ സാധ്യമായിരുന്നില്ല. കാരണം തുടരെ എല്ലാവരും ഇട്ട് തരുമ്പോൾ ആദ്യം കിട്ടിയ ഏതെങ്കിലുമൊക്കെ ചിലത് പോസ്റ്റ് ചെയ്യുക എന്നല്ലാതെ എല്ലാവരുടെയും പോസ്റ്റ് ചെയ്യുക അസാധ്യമായിരുന്നു. എങ്കിലും ആരെയും ഒന്ന് ത്രസിപ്പിക്കുന്ന, ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്ന പി ആൻഡലുകൾ പബ്ലിക് ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നതിൽ എനിക്കും വളരെ സന്തോഷമുണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ട്രേഡിംഗ് സാധ്യമാകുക എന്ന് നമുക്ക് നോക്കാം. നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ആദ്യത്തെ സപ്പോർട്ട് ലെവൽ എന്നത് 24,539 ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നതിന് ശേഷം അപ്വേഡ് പോവുകയാണെങ്കിലാണ് നമ്മൾ ആ തരത്തിൽ ഒരു ബൈയിങ് കോൾ ഓപ്ഷൻ ട്രൈ ചെയ്യുകയുള്ളൂ. എന്നാൽ ഗ്യാപ്പ് ഡൗൺ തന്നു, തിരിച്ച് പെട്ടെന്ന് കയറി വന്നു, എവിടെ നിന്നാണോ ക്ലോസ് ചെയ്ത് ആ ലെവലിലോട്ടൊന്ന് കയറി വന്നു. അപ്പോൾ തന്നെ ആദ്യത്തെ 1 മിനിറ്റ് 3 മിനിറ്റ് പരിശോധിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഡൗൺ സൈഡിലോട്ടാണ് പ്രൈസ് മൂവിങ്ങിന്. അപ്പോൾ തന്നെ ഒന്നുകിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ, അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ ധൈര്യം കാണിച്ച ഏതൊരാൾക്കും ആദ്യത്തെ ഫസ്റ്റ് സ്ട്രെച്ച് തന്നെ നല്ല പ്രോഫിറ്റ്, ഇവിടെ നിന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്താലും നല്ല പ്രോഫിറ്റ് ആയിരുന്നു. വീണ്ടും കിട്ടിയ അപ്പ് മൂവ് വീണ്ടും എൻ്റർ ചെയ്യാൻ മിസ്സായ ചാൻസ് അഥവാ താഴോട്ട് വീണ്ടും ബ്രേക്ക് ചെയ്യുന്നെന്ന് കണ്ടവർക്കും പ്രോഫിറ്റ് ആയിരുന്നു. എന്നാൽ നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന 24,368 എന്ന ലെവലിലേക്ക് ആദ്യത്തെ സപ്പോർട്ട്, അതായത് ടാർഗറ്റ് തന്നു. അവിടെ ഫിനിഷ് ചെയ്ത് ഒന്ന് വെയിറ്റ് ചെയ്തവർക്ക് ഒരു ചെറിയ റിവേഴ്സലിന് ശേഷം വീണ്ടും ഡൗൺ സൈഡ് ബ്രേക്ക് ചെയ്യുന്നു എന്ന് കണ്ട് വീണ്ടും കൂടെ ചേരാൻ കഴിഞ്ഞിരുന്നു. ഫുൾ സ്ട്രെച്ച് കൃത്യമായും നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന രണ്ടാമത്തെ പ്രധാന സപ്പോർട്ട് 24,175 എന്ന ലെവലിലേക്ക് മൂവ് ചെയ്തു. കൃത്യമായും 24,180 എന്ന ലെവലാണ് ലോയാണ് കഴിഞ്ഞ ദിവസം നിഫ്റ്റി രേഖപ്പെടുത്തിയിരുന്നത്. അവിടെ നിന്നും പ്രൈസ് പതിയെ ടേൺ ചെയ്യുന്നു എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞ ക്യാൻഡിലുകളെ കൃത്യമായി വായിക്കാൻ കഴിയുന്നവർക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് രേഖപ്പെടുത്താനും ക്യാൻഡിൽ പാറ്റേണുകളും വായിക്കാനും തിരിച്ചറിയാനും കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് പോസിറ്റീവ് ട്രേഡ് ചെയ്യാമെന്ന് ഞാൻ എൻ്റെ പബ്ലിക് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ വളരെ മുമ്പ് തന്നെ സൂചിപ്പിച്ചിരുന്നു. ആ തരത്തിൽ കൃത്യമായ ക്യാൻഡിൽ പാറ്റേണും തിരിച്ചറിഞ്ഞ് പ്രൈസിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഏതൊരാൾക്കും ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. കൃത്യമായും ഈ ലെവലിൽ നിന്ന് തന്നെ പ്രോഫിറ്റ് എടുത്ത് ഫസ്റ്റ് ടൈമിൽ ഈ ലെവൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് വീണ്ടും കിട്ടിയ ഡിക്ലൈൻ അതേ ഡയറക്ഷനിലോട്ട് തന്നെ മൂവ് ചെയ്യുന്നുവെന്ന് കണ്ട് ട്രേഡ് എടുത്തവരും ഈ ലെവൽ ബ്രേക്ക് ചെയ്യുമോ ഇല്ലയോ എന്ന് വെയിറ്റ് ചെയ്തവരും പേടിച്ച് പെട്ടെന്ന് ഇവിടുന്ന് തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ നോക്കി നിന്ന് വീണ്ടും അതേ ട്രേഡിൽ ജോയിൻ ചെയ്തവരും നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. വീണ്ടും അടുത്ത റെസിസ്റ്റൻസ് ലെവൽ നിങ്ങൾക്കറിയാം, ഒരു വട്ടം സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോന്നാൽ പിന്നീട് പ്രൈസ് കയറി പോകുമ്പോൾ ഇവയെല്ലാം റെസിസ്റ്റൻസ് ആകുന്നു. ഇവിടെയും പ്രോഫിറ്റ് ബുക്കിംഗ് നല്ല രീതിയിൽ നടന്നു. വീണ്ടും ഇവിടെ പ്രൈസ് എന്ത് ചെയ്യുന്നു എന്ന് തിരിച്ചറിയാൻ വെയിറ്റ് ചെയ്തു. എന്നാൽ ഇവിടെ ഇത് നമ്മൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയല്ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാം എന്ന രീതിയിൽ ചിന്തിക്കാൻ കഴിഞ്ഞ ഏതൊരാൾക്കും പ്രോഫിറ്റ് കിട്ടി.
കൃത്യമായും അടുത്ത റെസിസ്റ്റൻസ് ലെവൽ, അവിടെ നിന്ന് പ്രോഫിറ്റ് ബുക്കിംഗ്, വീണ്ടും കിട്ടിയ ഡിക്ലൈൻ, അതും റിവേഴ്സ് ആകുന്നു എന്ന് തിരിച്ചറിഞ്ഞ് കൃത്യമായും എൻട്രി എടുത്തു. അടുത്ത ടാർഗറ്റ് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം അല്പം ചിന്തിച്ച് പ്രൈസ് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു എന്ന് കൺമുൻപിൽ കണ്ട് തിരിച്ചറിയാൻ ശേഷി നേടിയിട്ടുള്ള, അത്തരത്തിൽ അറിയാവുന്നവർക്ക്, എല്ലാവർക്കും അറിയാമെന്നല്ല, അങ്ങനെ അറിയാവുന്നവർക്ക്, ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം ആരോ രേഖപ്പെടുത്തിയിരുന്നു, ഇത്തരത്തിൽ ക്യാൻഡിലുകളെ വായിക്കാൻ അറിയാവുന്നവരോ സപ്പോർട്ട് രേഖപ്പെടുത്താൻ അറിയാവുന്നവരോ ഈ ചാനൽ കാണുമോ സാറേ എന്ന്. കാണില്ലായിരിക്കാം. പക്ഷേ കാണുന്നവർക്ക്, നിരന്തരം കാണുന്നവർക്ക് കൃത്യമായും ഈ എക്സ്പ്ലനേഷൻ എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് വ്യക്തമായി വിശദീകരിക്കുന്നത് തിരിച്ചറിയാൻ ശ്രമിക്കുന്നവർക്ക് ഒരുപക്ഷെ ട്രേഡിംഗ് അതിൻ്റെ ഒരു സ്റ്റൈല് അല്ലെങ്കിൽ അവരുടെ ലോജിക്ക് ഒരുപക്ഷെ വർക്കാവേണ്ടതാണ്. അത്തരത്തിൽ വർക്കായിട്ടുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അഥവാ പഠിച്ചിട്ടുള്ള, തിരിച്ചറിയാൻ ശ്രമിച്ചിട്ടുള്ളവർക്ക് തീർച്ചയായും ഈ ലെവലുകളെല്ലാം ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒട്ടനവധി പേർ എനിക്ക് പ്രോഫിറ്റ് ബോക്സ് വളരെ സന്തോഷത്തോടെ അയച്ചു തന്നിരുന്നു. ഞാൻ ഹാപ്പിയാണ്. നമ്മുടെ ചാനൽ മറ്റുള്ളവർക്ക് ഗുണകരമാകുന്നു എന്നറിയുന്നതിൽ, എൻ്റെ ഈ സമയം ചെലവഴിക്കൽ മറ്റുള്ളവർക്കും പ്രയോജനപ്പെടുന്നു എന്നറിയുന്നതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്ന, വെള്ളിയാഴ്ച തന്ന മൂവിങ് ലെവലുകളെ, പ്രൈസ് ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അടുത്ത ദിവസത്തേക്ക്, തിങ്കളാഴ്ചത്തേക്കുള്ള നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്തായിരിക്കാം എന്ന് പരിശോധിക്കാം. 24,751 എന്ന ലെവലാണ് ഞാൻ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെ 24,692 എന്ന ഒരു മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നാളെ തിങ്കളാഴ്ച ലഭിക്കുന്നതെങ്കിൽ, അതിനുശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് 24,885 എന്ന ലെവലാണ്. അതിനു മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ വീണ്ടും 1 മിനിറ്റ് 3 മിനിറ്റ് എന്ന് പറയുന്ന ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാം. ഡേയ്സിലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാം. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ ഗ്രാജ്വലി ഇത്തരത്തിലുള്ള ലെവലുകൾ, ഇവിടെയെല്ലാം ടാർഗറ്റ് ബുക്കിംഗ് ഉണ്ടായേക്കാം, വീണ്ടും ഡിക്ലൈൻ കിട്ടിയേക്കാം. അപ്പോഴെല്ലാം ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസുകളിൽ നിന്നുകൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ തന്നെ ട്രേഡ് ചെയ്യാം. അത്തരത്തിൽ പ്രൈസ് മൂവ് ചെയ്യുകയാണ് എങ്കിൽ ലഭിക്കാവുന്ന ആദ്യത്തെ പ്രധാന റെസിസ്റ്റൻസ് എന്ന രീതിയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ള ലെവലാണ് 25,164. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഈ ലെവലുകൾ നിങ്ങൾക്കെല്ലാം കാണാമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്നാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ക്ലോസിങ് കിട്ടുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകിയാൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ പതിയെ പ്രൈസ് ഈ ലെവലുകൾ ഓരോന്ന് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്തേക്കാം. അങ്ങനെ ഒരു ക്ലോസിംഗ് ലെവൽ ലഭിക്കുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോഴെല്ലാം ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസിൽ നിന്നുകൊണ്ട് സെൽ ഓൺ ഹൈ എന്ന സ്ട്രാറ്റജി ഉപയോഗിക്കാൻ കഴിയും. അങ്ങനെ ടാർഗറ്റ് പ്രൈസ് പതിയെ താഴോട്ട് വരികയാണെങ്കിൽ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ടാണ് 24,375 എന്നാണ് ഞാൻ കരുതുന്നത്. അത്തരത്തിൽ ബ്രേക്ക് ചെയ്ത് വന്നാൽ വീണ്ടും നമുക്ക് ലഭിക്കാവുന്ന മറ്റൊരു പ്രധാന സപ്പോർട്ട് എന്ന് പറയുന്നത് 24,037 എന്ന ലെവലാണ്. അപ്പോൾ ഈ ലെവലുകൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, കാണാമെന്ന് കരുതുന്നു. 53,513 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെ 53,318 എന്ന ഒരു മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന റെസിസ്റ്റൻസ് ടാർഗറ്റ് എന്നത് 54,152 എന്ന ലെവലാണ് തിക്ക് ബ്ലൂ ലൈനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകളിൽ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ പ്രധാന സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് 53,866 എന്ന ലെവലാണ്. അതിനു മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ
അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നുവെന്ന് ഫീൽ ചെയ്താൽ പതിയെ ഒരു കോൾ ഓപ്ഷൻ വാങ്ങാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് പോയിന്റ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും പ്രൈസ് അപ്വേർഡ് ഡയറക്ഷനിൽ പോയേക്കാം എന്ന് കണക്കാക്കാവുന്നതാണ്. അങ്ങനെയെങ്കിൽ ബൈ ഓൺ ഡിപ്പ് എന്ന രീതിയിൽ വീണ്ടും കിട്ടുന്ന ഓരോ ഡിക്ലൈനും കൃത്യമായ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞേക്കും. അത്തരത്തിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് തൊട്ട് മുകളിൽ രേഖപ്പെടുത്തിയത് കാണാമെന്ന് കരുതുന്നു. എന്നാൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ അത് കൃത്യമായും സ്ട്രിക്റ്റ് ആയ ഒരു സ്റ്റോപ്പ് ലോസ് ലെവലായി കണക്കാക്കിക്കൊണ്ട് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. അത് ലഭിക്കേണ്ട ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ്. അങ്ങനെ ഒരു ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് പതിയെ ഡൗൺ സൈഡിലേക്ക് സഞ്ചരിച്ചേക്കാം എന്നാണ് കണക്കാക്കുന്നത്. അങ്ങനെയെങ്കിൽ വീണ്ടും ഓരോ അപ്പ് മൂവ് കിട്ടുമ്പോഴും സെൽ ഓൺ ഹൈ എന്ന രീതിയിൽ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസുകളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. അപ്പോൾ പ്രതീക്ഷിക്കാവുന്ന ടാർഗറ്റുകളാണ് ഈ ലെവലുകൾ. നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. തിക്ക് ബ്ലൂ ലൈനിൽ രേഖപ്പെടുത്തിയിട്ടുള്ള 52,680 ആദ്യമായി ലഭിക്കാവുന്ന പ്രധാനമായ ഒരു സപ്പോർട്ട് ലെവൽ. അതിനുശേഷം കഴിഞ്ഞ ദിവസത്തെ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രം ഈ ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം. 82,043 എന്ന ലെവലാണ് സെൻസെക്സിൽ ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ അതിന് മുകളിലോട്ട് 83,235 എന്ന ലെവലാണ് പ്രധാന റെസിസ്റ്റൻസായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിന് ഇടയിൽ മൈനർ റെസിസ്റ്റൻസായി 82,609 എന്ന ലെവൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാൻ കഴിയും. അപ്പോൾ പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഹൈ ആണ്. എന്നാൽ സ്റ്റോപ്പ് ലോസ് കൃത്യമായും അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ തന്നെയായിരിക്കും. എന്നാൽ രേഖപ്പെടുത്തിയ ആദ്യത്തെ ഉയരത്തിന് മുകളിലോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് തുടർന്നുള്ള ഈ ടാർഗറ്റുകളിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയുമെന്നാണ് കരുതുന്നത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക 81,829 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ പിന്നെയും ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം പ്രൈസ് വീണ്ടും ഡൗൺ സൈഡിലേക്ക് സഞ്ചരിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുക. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടുന്ന ഓരോ അപ്പ് മൂവും സെൽ ഓൺ ഹൈ എന്ന രീതിയിൽ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസുകൾ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി അവ കണ്ടെത്തി ആ സ്റ്റോപ്പ് ലോസിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കുന്ന അപ്പോഴത്തെ ടാർഗറ്റുകൾ ഇത് ഓരോരോ ലെവലുകളാണ്. ഓരോയിടത്തും ടാർഗറ്റ് ബുക്ക് ചെയ്യാനും വീണ്ടും റീ എൻറ്റർ ചെയ്യാനും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. എന്നാൽ അത്തരത്തിൽ പ്രൈസ് ഡൗൺ സൈഡിലേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ ലഭിക്കാവുന്ന ആദ്യത്തെ പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ 80,754 എന്ന ലെവലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രം കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രം തുടർന്ന് ഈ ഡയറക്ഷനിലുള്ള തിക്ക് ബ്ലൂ ലൈനുകൾ പ്രധാന സപ്പോർട്ടുകളായി അല്ലെങ്കിൽ പ്രധാന ടാർഗറ്റുകളായി പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 3 ഇൻഡെക്സുകൾക്കും വേണ്ടിയിട്ടുള്ള തിങ്കളാഴ്ചത്തേക്കുള്ള എൻ്റെ ട്രേഡിംഗ് പ്ലാൻ. നിങ്ങൾക്കറിയാം ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിൽ തയ്യാറാക്കുന്ന കാര്യം മാത്രം. അത് എൻ്റെ ആവശ്യത്തിലേക്കായി തന്നെ തയ്യാറാക്കുന്നതാണ്. നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നു. നിങ്ങൾക്കും ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. റിസ്ക് നിങ്ങളുടേതാണ്. ഗുണകരമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. തിങ്കളാഴ്ചയും
നല്ല മൂവ്മെൻറ്റുകൾ നൽകി എല്ലാവർക്കും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ലഭിക്കത്തക്ക വിധം എല്ലാ ഇൻഡെക്സുകളും മൂവ് ചെയ്യട്ടെ, എല്ലാവർക്കും നല്ല ലാഭമുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്